ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അതുപോലെ തന്നെ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ, നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ, അതാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അരിപ്പൊടി ഞാൻ ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറയുകയാണെങ്കിൽ നാളികേരം ചെരുകിയത്, അതുപോലെ തന്നെ ജീരകം, ശർക്കര, ഇതാണ് നമ്മൾ കൊഴുക്കട്ടയിലേക്കായിട്ട് ചേർക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 മുറി നാളികേരം ചെരുകിയതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ശർക്കര ചുരണ്ടി കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ശർക്കര ലായനിയായിട്ട്, ശർക്കര പാനിയായിട്ട് നമുക്ക് എടുക്കാം. ശർക്കര പാനിയായിട്ട് എടുക്കുമ്പോൾ നമ്മൾ എത്ര ശർക്കര വേണം അതൊരു പാത്രത്തിലേക്ക് ഇടുക. കുറച്ച് വെള്ളത്തിൽ അതൊന്ന് അലിയിച്ചെടുക്കുക. ചൂടാറിന് ശേഷം അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു തവയോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ നാളികേരം ഈ ശർക്കര പാനിയും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ശർക്കര പാനി വറ്റിച്ചെടുക്കണം. അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ ശർക്കര ചുരണ്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചുരണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം നമുക്കിത് ചുരണ്ടി എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ശർക്കര വേണമെന്നൊന്നുമില്ല, പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം. അതെല്ലാം ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ 1 അച്ച് ശർക്കരയാണ് കോഴിക്കോട്ടയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ശർക്കര ചുരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ജീരകമാണ്. 1/2 ടീസ്പൂൺ ജീരകമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കണത്. അപ്പോൾ ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഈ ശർക്കരയും നാളികേരവും ജീരകമെല്ലാം യോജിച്ച് വരണം. അപ്പോൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നാളികേരം ശർക്കരയും എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എല്ലാ ബോളും എന്നെ ഉരുട്ടി വെക്കണത്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ ബോളും ഉരുട്ടി വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ ബോളുകളായിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി കുഴക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ അരിപ്പൊടി നമുക്ക് വെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളം എന്ന് പറയുമ്പോൾ ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1.5 കപ്പ് വെള്ളം വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കണക്കെന്ന് പറയുന്നത് 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന അരിപ്പൊടിയുടെ ആ ഒരു വേവിനനുസരിച്ചിരിക്കും നമ്മളെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളമാണ്. ചിലപ്പോൾ ചിലർക്ക് അത് കറക്റ്റായി എന്ന് വരില്ല, അപ്പോൾ കുറച്ചും കൂടി വെള്ളം കൂടുതലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് വെള്ളം വെക്കാനായിട്ട് പറയുന്നത്. ഏകദേശം ഈ വീഡിയോയിൽ കാണില്ലേ, ഇതേപോലെ കണ്ടില്ലേ, നനവുണ്ട് എന്ന വെള്ളം കൂടിയിട്ടില്ല. ഈ ഒരു രീതിയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഈ അരിപ്പൊടി മിക്സ് ചെയ്യില്ലേ, അപ്പോൾ തന്നെ പകുതി വേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. കോഴിക്കോട്ടയ്ക്കൊക്കെ, കോഴിക്കോട്ട, അട, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 4 മണി പലഹാരങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ആദ്യം ഇതുപോലെ ടീസ്പൂണോ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ മിക്സിങ് കറക്റ്റ് ആവണം, നമ്മുടെ ആ കുഴക്കൽ കറക്റ്റ് ആവണം. ഈ ചെറിയ ചൂടിൽ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കൈ ചൂട് പിടിച്ചാൽ തൊട്ടടുത്തൊരു പാത്രത്തിൽ പച്ചവെള്ളം വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ മുക്കുക. കണ്ടില്ലേ, ചൂടെടുക്കുമ്പോൾ ഒന്ന് കൈ മുക്കുക, എന്നിട്ട് വീണ്ടും കുഴയ്ക്കുക. ചൂടെടുക്കുമ്പോൾ വീണ്ടും ഈ പാത്രത്തിൽ ഈ പച്ചവെള്ളത്തിൽ കൈ മുക്കുക, വീണ്ടും കുഴച്ചെടുക്കുക. ഇതൊരു ടിപ്പാണ്.
നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ ചൂട് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല ചൂടുള്ളതും നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇത് കുഴച്ചെടുക്കാം. ഇനി അത് കുഴച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ അരിപ്പൊടി നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം കണ്ടില്ലേ ഇത്ര എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവുള്ളൂ. അത് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ഇനി ഇത് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതും ചെയ്യരുത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ പിന്നാലേക്ക് തന്നെ ബോൾ പിടിച്ച് ആ കോക്കനട്ട് ഫില്ലിങ്ങൊക്കെ വെച്ച് കോഴിക്കോട്ടെ ആക്കിയിട്ട് ആവി കയറ്റാനായിട്ട് വെക്കാം. റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ മാവ് ഡ്രൈ ആയി പോവും. അപ്പോൾ നമ്മൾ കോഴിക്കോട്ടെ ഇങ്ങനെ ബോൾ പോയി പിടിച്ചാലും നല്ലപോലെ ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ അതിലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് ഇത് ഓരോ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു കണ്ടില്ലേ ഇത്രയാണ് എടുത്തിട്ടുള്ളത് മാവ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചവെള്ളമില്ലേ അതിലൊന്ന് കൈമുക്കിയിട്ട് ഈ മാവിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നമുക്ക് ആ കോക്കനട്ട് ഫില്ലിങ് വെക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഞാൻ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ആദ്യത്തെ രീതി ഇതാണ്. ഇതിങ്ങനെ വലുതാക്കി എടുക്കാനായിട്ട് ജസ്റ്റ് പച്ചവെള്ളത്തിൽ കൈ മുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പൊട്ടി പോകുന്നില്ല. കടില്ല. അതിന് ശേഷം ഞാൻ കോക്കനട്ട് ഫില്ലിങ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. കണ്ടില്ലേ ഇതേപോലെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇത് വീണ്ടും ഉരുട്ടിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ കറക്റ്റ് നമുക്കൊരു ബോളായിട്ട് കിട്ടിയോളും. ഇനി രണ്ടാമത് ഞാൻ ചെയ്യാറുള്ളത് നേരത്തെ എടുത്ത പോലെ ഒരു കണ്ടോ ഇത്രയും ഒന്ന് ചെറിയൊരു ബോൾ എടുത്തിട്ടുണ്ട്. നല്ല പോലെ അങ്ങോട്ട് ഉരുട്ടി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ തള്ളവിരലില്ലേ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഹോളാക്കി എടുക്കുക. കണ്ടില്ലേ ഇതേപോലെ ഹോളാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നാളികേരത്തിൻ്റെ ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നേരത്തെ ചെയ്ത പോലെ അടച്ച് വീണ്ടും ഉരുട്ടിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് എല്ലാതും ബോളാക്കി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. ഞാനൊരു സ്റ്റീമർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. മുകളിലത്തെ തട്ടിൽ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ പൊറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ പൊറ്റിയതിന് ശേഷമാണ് ഞാൻ കോഴിക്കോട്ട ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് വേവിക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റീമറിൽ കോഴിക്കോട്ട വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. 7 മിനിറ്റ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ കോഴിക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്നും അറിയതിന് ശേഷം നമുക്കത് സ്റ്റീമറിൽ നിന്ന് എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കോഴിക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കുന്ന കാരണം ഇതിൻ്റെ പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5 തൊട്ടിട്ട് 7 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് വേവിക്കാൻ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ കോഴിക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി നോക്കണം, കഴിച്ച് നോക്കി നോക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ നാളികേരം അതുപോലെ തന്നെ ആ അരിപ്പൊടിയില്ലേ അത് നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരണം കേട്ടോ. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അല്ലാതെ ഈ നാളികേരും അരിപ്പൊടിയും അത് രണ്ടും സെപ്പറേറ്റ് കിടക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ യോജിച്ച് വരണം കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.